ചെല്ലാനം കണ്ണമാലി തീരത്തെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് തീരദേശവാസികൾ നടത്തിയ റോഡ് ഉപരോധം താൽക്കാലികമായി അവസാനിച്ചു. കളക്ടർ NSK ഉമേഷുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രശ്നപരിഹാരത്തിനായി ചൊവ്വാഴ്ച കളക്ടറുടെ ചേംബറിൽ യോഗം ചേരും. പ്രതികരണം ആദ്യം. അതിവിടെ വന്ന് ചെയ്ത് സംരക്ഷിക്കും. ആ കാര്യം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോട് ഒന്നുകൂടി പോർട്ട് ട്രസ്റ്റോടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോടും ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ഞാൻ അവിടെ വാഗ്ദാനം വന്നിട്ടുള്ളത് ട്യൂസ്ഡേ തന്നെ ഒരു യോഗം വിളിച്ച് പോർട്ട് ട്രസ്റ്റോട് യോഗം വിളിച്ച് നമുക്ക് ആ ആക്ഷൻ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അടിയന്തരമായിട്ട് പരിശോധിച്ച് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം. ബാക്കി കാര്യങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് ഗവൺമെന്റ് പ്രോജക്ട്സ് ആണ്. അതിന്റെ ഫോളോ അപ്പ് നടന്നു വരുന്നു, അത് തീരുമാനം വരും. അതല്ലാതെ താൽക്കാലിക ടെമ്പററി മെഷേഴ്സ് ആയിട്ട് നമ്മൾ ഈ വർഷം ചെല്ലാനം പഞ്ചായത്ത്, എടവനക്കാട്, നയരക്കൽ ഇവിടെയെല്ലാം നമ്മൾ ജിയോ ബാഗ്സ് ഉൾപ്പെടെയുള്ള താൽക്കാലിക ശാശ്വത പരിഹാരം അല്ലെങ്കിലും അത് വരുന്നവരെ നമുക്കൊരു ടെമ്പററി റിലീഫ്, ഈ സീസണിലുള്ള ടെമ്പററി റിലീഫായിട്ട് നമ്മൾ ജിയോ ബാഗ്സ്, അതേപോലെ മണൽവാട ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് വിവരം നൽകാൻ. ശ്യാമേ, ചെല്ലാനത്തുകാർ ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തവരാണ്. പുതിയ സാഹചര്യത്തിൽ അവർക്ക് അങ്ങേയറ്റം പൊറുതിമുട്ടിയ അവസരത്തിലാണ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഉപരോധം നടത്തി ആ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തുറപ്പാണ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? പ്രജീഷ, ഇക്കഴിഞ്ഞ മെയ് 14-15 തീയതികളിലാണ് ചെല്ലാനത്തെ വലിയ ദുരിതത്തിലാക്കിക്കൊണ്ട് ഒരു കടൽക്ഷോഭം ഉണ്ടായത്. ആ കടൽക്ഷോഭത്തിൽ നിരവധിയായ വീടുകൾ ഉൾപ്പെടെ തകർന്നു പോകുന്നത് നാം കാണുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇനിയും ഒരു കടൽ ക്ഷോഭം ഉണ്ടാകുമെന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്നൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അവരിന്ന് റോഡ് ഉപരോധിച്ച് രാവിലെ 6 മണിക്ക് തുടങ്ങിയ റോഡ് ഉപരോധം ഉച്ചയ്ക്ക് 2 മണി, ഏകദേശം 8 മണിക്കൂർ ആ ഉപരോധ സമരം നീണ്ടു. ഇതിനിടയിൽ മഴ വന്നു, വെയിൽ വന്നു, അവരാരും എഴുന്നേറ്റില്ല. കാരണം അവർ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന, ആ ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നമാണ്, അവരുടെ ജീവിത പ്രശ്നമാണ്. ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം പല വീടുകളും ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പോലും ജീവൻ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരും. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു റോഡ് ഉപരോധ സമരത്തിലേക്ക് അവരെത്തിയത്. എന്തായാലും നിലവിൽ ഈ റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ സബ് കളക്ടറാണ് എത്തിയത്. സബ് കളക്ടർ എത്തിയപ്പോൾ പറഞ്ഞു, സബ് കളക്ടർ എത്തിയാൽ പോരാ, മന്ത്രിമാർ വരണം. ആ ഘട്ടത്തിലാണ് പറഞ്ഞത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും തിരുവനന്തപുരത്തെ നിയമസഭയും മറ്റുമാണ്, ജനപ്രതിനിധികൾക്കാർക്കും എത്താൻ പറ്റില്ല എന്ന ഘട്ടത്തിലാണ് കളക്ടർ ഇവിടെ നേരിട്ടെത്തി തങ്ങൾക്ക് ചില ഉറപ്പുകൾ തരണം എന്ന് അവർ പറഞ്ഞത്. അങ്ങനെയാണ് NSK ഉമേഷ് സ്ഥലത്തേക്ക് എത്തിച്ചേരാമെന്ന് ഫോൺ മുഖേന ഈ സമരസമിതിയെ അറിയിക്കുകയും അങ്ങനെ കളക്ടർ എത്തി. ആദ്യം ഇവരുടെ ആവശ്യം, നിലവിൽ ഈ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് മണ്ണ് ഡ്രഡ്ജ് ചെയ്യുന്നുണ്ട്. ആ മണ്ണ് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് അത് പുറംകടലിലാണ് കളയുന്നത്. അതുകൊണ്ട് തന്നെ ആ പുറംകടലിൽ കളയുന്ന മണ്ണ് ഇവരുടെ തീരത്തേക്ക് അടിക്കണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ ടെട്രാപോഡ്, ജിയോ ട്യൂബ്, ഈ കാര്യങ്ങളും അടിയന്തരമായി വേണം. അപ്പോൾ ഈ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഈ മണ്ണ് അടിക്കുന്നത് സംബന്ധിച്ച് ചൊവ്വാഴ്ച കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനെയും ഈ സമരസമിതിയെയും ചേർത്തുകൊണ്ട് കളക്ടറുടെ ചേംബറിൽ ഒരു മീറ്റിംഗ് കൂടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മീറ്റിംഗിൽ ഇത് സംബന്ധിച്ചൊരു ധാരണയിലെത്താം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് ഈ മണ്ണ് ഈ തീരത്തേക്ക് അടിക്കാൻ കഴിയുമോ, അത് പുറംകടലിൽ തള്ളുന്ന മണ്ണാണ്, ആ മണ്ണ് തീരത്തേക്ക് അടിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് തീരം സംരക്ഷിക്കാനാകും എന്ന ഒരു നിലപാടാണ് ജനകീയ വേദി പറയുന്നത്. എന്തായാലും ആ ചൊവ്വാഴ്ചത്തെ ആ ഒരു തീരുമാനത്തിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ബുധനാഴ്ച മുതൽ പോർട്ട് ട്രസ്റ്റിന്റെ മണ്ണ് അടിച്ചില്ല എങ്കിൽ 21-ാം തീയതി മുതൽ വീണ്ടും ഇത്തരത്തിലൊരു വലിയ സമരത്തിലേക്ക് ഇവർ കടക്കും എന്ന കട്ടായം തന്നെയാണ് ജനകീയ വേദി വ്യക്തമാക്കുന്നത്. തീർച്ചയായും ശ്യാം, എന്തായാലും ആ ജനതയെ പറഞ്ഞ് പറ്റിക്കാതിരിക്കുക. ഇനിയെങ്കിലും അങ്ങനെ ഒരു വാഗ്ദാനങ്ങൾ, ഒരുപാട് പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ടുമടുത്തു. ഇനിയും അവരെ തെരുവിലേക്ക് വലിച്ചിഴക്കരുത് അധികാരികൾ. അവരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം ചെല്ലാനത്തുകാരുടെ. ഞങ്ങൾക്ക് ഈ കടൽ കാരണം ഞങ്ങൾ ഒരുപാട് പേരെ സംഘടിപ്പിച്ചിട്ടാണെങ്കിലും കുറച്ച് പേരാണെങ്കിലും അതിൽ പങ്കെടുത്ത് ഞങ്ങൾ ജീവിതം അങ്ങനെ തന്നെ തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ മരണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് കടൽ ഭിത്തി വരാതെ ഒരു കാരണമില്ല. ഈ കുറച്ച് കടൽ കയറി കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചാക്കും മണ്ണൊക്കെ തന്നിട്ട് ഒരു രക്ഷയില്ല. വണ്ണപ്പം ചുട്ട് കളിക്കണ പോലെ ഇപ്പോ കടൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം, ഞങ്ങൾക്ക് പുലിമുട്ട് കടൽ ഭിത്തി എന്തെങ്കിലും വന്ന് ഞങ്ങളെ സംരക്ഷിക്കുക തന്നെ വേണം.